നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് സീറോ സം ഗെയിമിൻ്റെ നോട്ട്സുമായിട്ടാണ്. ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്സ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും. അങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കാതിരിക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഫാമിലി ഒരു ബിഗ് ഫാമിലിയാക്കി മാറ്റാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ശിവപ്രസാദ് തിവാരീസ് എഡിറ്റോറിയൽ ഗെറ്റ് നാഷണൽ അറ്റൻഷൻ? സോ എങ്ങനെയാണ് ശിവപ്രസാദ് തിവാരിയുടെ എഡിറ്റോറിയലിന് നാഷണൽ അറ്റൻഷൻ കിട്ടിയത്? Through his editorial in the weekly titled Kisanganj Samachar, Shivprasad Tiwari gave expression on his annoyance at TRIPS. സോ ലീയിൽ പബ്ലിഷ് ചെയ്ത ആ ഒരു എഡിറ്റോറിയലിലൂടെ ശിവപ്രസാദ് തിവാരി ട്രിപ്സ് എന്നുള്ള പുതിയ പോളിസിയെ പറ്റിയിട്ടുള്ള തൻ്റെ വേദനകളും ആവലാതികളും അതുപോലെ പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തി. He illustrates that the claim to the intellectual property right of zero belongs to Indians. അതിലൂടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് സീറോ എന്നുള്ള ആ ഒരു അക്കത്തിൻ്റെ ഇൻ്റലക്ച്വൽ റൈറ്റ്സ് ആർക്കാണ്? ഇന്ത്യൻസിനാണ് ഉള്ളതെന്ന് പറഞ്ഞു. At that time, the editors of various newspapers published Tiwari's editorial as a bit of comic relief from the monotony of journalistic activities. ആ സമയത്ത് മറ്റ് ന്യൂസ് പേപ്പറിലെ എഡിറ്റേഴ്സൊക്കെ അവർ ഒരു കോമിക് റിലീഫായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ട്, ആ സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് ചൂട് പിടിച്ചിട്ടുള്ള വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്ത് കുഴഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതൊരു കോമഡി ആയിട്ട് കണ്ടത്. സോ അവർ അവരുടെ ന്യൂസ് പേപ്പറിൽ ഇത് പബ്ലിഷ് ചെയ്തു. സിൻസ് ദെയർ വാസ് ദ പോസിറ്റീവ് ഓഫ് എനി ഹാർഡ് ന്യൂസ് ഇറ്റ് ഗെയിൻഡ് വൈഡ് പബ്ലിസിറ്റി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ന്യൂസ് ഫേമസ് ആയി മാറിയത്. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടൈറ്റിൽ ഓഫ് ദ എഡിറ്റോറിയൽ. സോ എന്താണ് ഈ എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ? ശിവപ്രസാദ് തിവാരി പബ്ലിഷ് ചെയ്ത എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ദ അഗ്ലി ഫേസ് ഓഫ് അമേരിക്കൻ ട്രേഡ് പോളിസി. അതായിരുന്നു ആ ഒരു എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ. പഠിച്ചു വെച്ചേക്കുക, ദ അഗ്ലി ഫേസ് ഓഫ് അമേരിക്കൻ ട്രേഡ് പോളിസി. നൗ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിച്ച് മെയ്ഡ് ഹിം റൈറ്റ് ദ എഡിറ്റോറിയൽ? അപ്പം എഡിറ്റോറിയൽ എഴുതാനുള്ള തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നമുക്ക് നോക്കാം. Tiwari's extended family had been wheat farmers for 5 generations and he was very well aware of the consequences of the trade-related intellectual property rights. അപ്പോൾ ശിവപ്രസാദ് തിവാരിയുടെ ഫാമിലി 5 ജനറേഷൻസ് ആയിട്ട് 5 തലമുറകളായിട്ട് ഗോതമ്പ് കർഷകരായിരുന്നു. അവർക്ക് ട്രിപ്സ് എന്നുള്ള ഈ ഒരു അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണം. ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതാണ് ട്രിപ്സിൻ്റെ ഫുൾ ഫോം. അപ്പം ട്രിപ്സ് എന്നുള്ള പോളിസി വരുന്നതോടുകൂടിയുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഹി ന്യൂ ദാറ്റ് ട്രിപ്സ് വുഡ് പോസിബിളി ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ് ആൻഡ് വുഡ് dwindle ഹിസ് ഫാമിലി ഇൻകം. അപ്പോൾ അയാൾക്ക് അറിയാമായിരുന്നു ട്രിപ്സ് വരുന്നതോടുകൂടി ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ്, അതായത് കൂടുതൽ വിള നൽകുന്ന സീഡ്സിന് അല്ലെങ്കിൽ കൂടുതൽ അത്യുൽപാദന ശേഷിയുള്ള സീഡ്സിന് വില കൂടുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇൻകം കുറയുകയും ചെയ്യുമെന്ന് ആർക്കറിയായിരുന്നു? ശിവപ്രസാദ് തിവാരിക്ക് അറിയാമായിരുന്നു. Therefore, he gave expression to the feelings in an editorial which was essentially an attack on the shamelessness of the American policy. അതുകൊണ്ട് തന്നെയാണ് അയാൾ തൻ്റെ എഡിറ്റോറിയലിലൂടെ അമേരിക്കൻ പോളിസിയെ ഒരു നാണവുമില്ലാത്ത അമേരിക്കൻ പോളിസിയെ ഇത്രയധികം വിമർശിച്ചത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, explain how he used the analogy of cosmetic surgeon in relation to the intellectual property rights. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അദ്ദേഹം എങ്ങനെയാണ് ഒരു കോസ്മെറ്റിക് സർജനുമായിട്ട് ഈ ഒരു ട്രിപ്സ് എന്നുള്ള ആ പോളിസിയെ റിലേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഒരു കോസ്മെറ്റിക് സർജൻ എങ്ങനെയാണോ തൻ്റെ താൻ ചെയ്ത ഓപ്പറേഷനിൽ മൂക്ക് തൻ്റേതാണ് എന്ന് വാദിക്കുന്നത്, അതുപോലെയാണ് അമേരിക്കക്കാർ ട്രിപ്സ് എന്നുള്ള കാര്യം കൊണ്ടുവന്നിട്ട് തങ്ങളുടേതാണ് എന്ന് വാദിക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹി കമ്പയർസ് ട്രിപ്സ് ടു ദ ക്ലെയിം ഓഫ് എ കോസ്മെറ്റിക് സർജൻ. സോ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാത്തിലും ഹി എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഞാൻ ഹി എന്നൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. ഇത്രയും ടൈപ്പ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. നിങ്ങൾ ശിവപ്രസാദ് തിവാരി എന്നേ പറയാവൂ കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ. എനിവേസ്, അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയാവൂ കേട്ടോ. സോ ശിവപ്രസാദ് തിവാരി കമ്പയർസ് ട്രിപ്സ് ടു ദ ക്ലെയിം ഓഫ് എ കോസ്മെറ്റിക് സർജൻ. ഒരു കോസ്മെറ്റിക് സർജൻ്റെ ക്ലെയിമിനോട് ട്രിപ്പിനെ
അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് സർജൻ്റെ വാദത്തിനോട് ട്രിപ്സിനെ അദ്ദേഹം കണക്ട് ചെയ്യുകയാണ്. സർജൻ ഡൂയിങ് എ സർജറി ഓൺ ദ നോസ് ഓഫ് എ പേഴ്സൺ ആൻഡ് ക്ലെയിമിംഗ് ദ പേറ്റൻറ്റ് ഓഫ് ദ നോസ് ആസ് ഹിസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പോൾ സർജൻ ഒരു മൂക്കിൽ ഒരു പ്ലാസ്റ്റിക് സർജറി നടത്തുന്നു, എന്നിട്ട് പറയാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇനി മുതൽ എനിക്കാണ്, നിങ്ങൾ ശ്വസിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ട്രിപ്സ് എന്ന് ഇദ്ദേഹം പറയുന്നു. Through this, he satirizes the Americans that farmers of India have been growing wheat for more than 500 years, long before America was invented. പിന്നെ ആ ഒരു എഡിറ്റോറിയലിലൂടെ അമേരിക്കയെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഫാർമേഴ്സ്, കർഷകർ വീറ്റ് 500 വർഷങ്ങൾക്ക് മുൻപ്, 500 ഇയേഴ്സിന് മുൻപേ കൾട്ടിവേഷൻ തുടങ്ങി. അമേരിക്ക എന്നുള്ള രാജ്യം ഇൻവെൻറ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപ് കൃഷി തുടങ്ങിയതാണ് എന്ന് ശിവപ്രസാദ് തിവാരി അമേരിക്കയെ പരിഹസിക്കുകയാണ്. But the Indian farmers will have to pay more for the high yielding variety seeds because Americans have done the genetic engineering on them. പക്ഷേ ഇന്ത്യൻ ഫാർമേഴ്സ് ഇപ്പോൾ ഒരുപാട് കാശ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇത്രയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് കാശ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അമേരിക്കക്കാർ അതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തി, അതിൽ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള ടെക്നോളജി അതിൽ പ്രയോഗിച്ചു. അതാണ് അമേരിക്കക്കാർ ആകെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ തുടങ്ങിയതാണ് എന്ന് ഇദ്ദേഹം പറയാണ്. The seed therefore is now the intellectual property of America. അതുകൊണ്ട് തന്നെ സീഡ് ഇപ്പോൾ അമേരിക്കയുടെ പ്രോപ്പർട്ടിയാണ്, എന്ന സാധനമാണ് എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിയിരിക്കുന്നു എന്ന് ശിവപ്രസാദ് തിവാരി പറയുന്നു. അങ്ങനെയാണ് അമേരിക്കയെ പരിഹസിച്ചത്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റണ്ണർ ഓഫ് ദ സ്റ്റോറി ഓർ ഫ്രം വേർ ഡിഡ് ഹി ഗെറ്റ് ദ ഐഡിയ. അപ്പം ഇത് 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് ഏത് ജാനറിൽപ്പെട്ട സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ്. സ്റ്റോറി പല തരത്തിലുണ്ടല്ലോ. ഇപ്പോൾ ട്രാജഡി പറയാം, കോമഡി പറയാം, അത് ഡ്രാമയുടെ കേസിലും പറയാം, നമുക്ക് നോവലിൻ്റെ കേസിലും പറയാം. ട്രാജിക് നോവൽസ് ഉണ്ട്, കോമിക് നോവൽസ് ഉണ്ട്, അഡ്വഞ്ചർ നോവൽസ് ഉണ്ട്, ട്രാവൽ നോവൽസ് ഉണ്ട്, അല്ലേ, സറ്ററിക്കൽ നോവൽസ് ഉണ്ട്, സറ്ററിക്കൽ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ട്രാജിക് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അപ്പം ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഇത് എഴുതിയ ബിഫാസ് സെന്നിന് ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ 2 ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എഴുതാം കേട്ടോ. അപ്പം അത് ഓർത്ത് വെച്ചേക്കാം. നോക്കാം. ബിഫാസ് സെൻസ് സീറോ സം ഗെയിം ഇസ് എ സാറ്റയർ വിച്ച് ഡിസ്കസസ് ദ ഇഷ്യൂസ് ദാറ്റ് എമേർജ് ഇൻ എ തേർഡ് വേൾഡ് കൺട്രി ലൈക്ക് ഇന്ത്യ ഓൺ അക്കൗണ്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഒരു സറ്റയറാണ്. ഓർക്കുക, ഏത് ചാനലാണെന്ന് ചോദിച്ചാൽ ഇതൊരു സറ്റയറാണ്. ബിഫാസ് സെന്ന് തേർഡ് വേൾഡ് കൺട്രിയിൽ, 3ാം ലോക രാഷ്ട്രങ്ങളിൽ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ പ്രതിസന്ധികളെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്. ഏതൊരു എസ്സേ ചോദിച്ചാലും, എന്ത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇറ്റ് റിവീൽസ് ഹൗ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ടച്ച് അവർ ഹംബിൾ ആൻഡ് മുണ്ടൈൻ ലൈഫ്സ്. സോ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും എക്കണോമിക്സും നമ്മളുടെ പാവപ്പെട്ട ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരുടെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്, അതാണ് ഇതിലൂടെ പറയുന്നത്. The author Bifas Sen, who works in the field of advertisement, was inspiring by the newspaper reports about the impact of GATT, that is General Agreement on Tariff and Trade, on the lives of common people. അപ്പം ബിഫാസ് സെൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രൊഫഷണൽ ആയിരുന്നു. അദ്ദേഹം ന്യൂസ് പേപ്പേഴ്സിലെ ഒരു റിപ്പോർട്ട് കണ്ട് ആകൃഷ്ടനായിട്ടാണ്, ഗാറ്റിനെ പറ്റിയിട്ട് ഉള്ളൊരു റിപ്പോർട്ട് കണ്ട് ആകർഷണമായിട്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഈ സ്റ്റോറി എന്തിനെ പറ്റിയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഏത് ജാനറിൽപ്പെട്ട സ്റ്റോറിയാണ് ഇതെന്ന് ചോദിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ആൻസർ എഴുതാം. പിന്നെ എവിടെ നിന്നാണ് ബിഫാസ് സെൻ ഈ ഒരു ഐഡിയ കിട്ടിയത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ദെൻ എന്തിനെ പരിഹസിച്ചുകൊണ്ടാണ് ബിഫാസ് സെൻ ഈ ഒരു സ്റ്റോറി എഴുതിയേക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഈ സ്റ്റോറി എഴുതാനുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാം. അപ്പം കുറേ ക്വസ്റ്റ്യൻസിന് ഒരു ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ബുക്കിൽ എഴുതി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദ പോസിബിൾ ഔട്ട്കംസ് പ്രപ്പോസ്ഡ് ഇൻ ദ സ്റ്റോറി ഇഫ് ഇന്ത്യൻസ് ക്ലെയിംഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓവർ ആര്യഭട്ട സീറോ. സോ എന്തൊക്കെയാണ് ആര്യഭട്ട സീറോയെ പറ്റിയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി റൈറ്റ് ഇന്ത്യക്കാർ വാദിച്ചാൽ തങ്ങളുടേതാണ് സീറോ, ഞങ്ങൾക്ക് പേറ്റൻറ്റ് തരണമെന്ന്, പേറ്റൻറ്റ് ഞങ്ങളുടേതാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ചാർജ് തരണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, ഔട്ട്കംസ് മീൻസ് പ്രത്യാഘാതങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. തിവാരി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ഹിസ് എഡിറ്റോറിയൽ ദാറ്റ് അമേരിക്ക ഹാസ് നോ മോറൽ സ്റ്റാൻഡിംഗ് ടു ചേഞ്ച് എക്സ്ട്രാ ഫോർ GM സീഡ്സ്. സോ തിവാരി പറഞ്ഞ എന്താണ്, അമേരിക്കക്കാർ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് ഇദ്ദേഹം പറയുന്നു.
ദ കോൺസെപ്റ്റ് ഓഫ് സീറോ വാസ് ഗിവൺ ടു ദ വേൾഡ് ബൈ ആര്യഭട്ട ഇൻ ദ ഇൻ്റലക്ച്വൽ. അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയാണ്, സീറോ എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആര്യഭട്ടയാണ്. ദ കോൺസെപ്റ്റ് വാസ് ഫസ്റ്റ് ബോറോഡ് ബൈ ദ അറബ്സ് ആൻഡ് ദെൻ ഫ്രം ദം ത്രൂ ഫോണീഷ്യൻ ഇറ്റ് റീച്ച് ദ വെസ്റ്റേൺ വേൾഡ്. ആദ്യം ഈ കോൺസെപ്റ്റ് ബോറോ ചെയ്തെടുത്തത് ആരാണ്? അറബ്സ് ആണ്. അതായത് ഇന്ത്യക്കാരിൽ നിന്ന് അറബികൾ ഇത് കൊണ്ടുപോയി, അവരിൽ നിന്ന് ഫൊണീഷ്യൻസ് കൊണ്ടുപോയി, ഫൊണീഷ്യൻസിൽ നിന്നാണ് ഇത് വെസ്റ്റേൺ വേൾഡിലേക്ക് എത്തുന്നത്. Therefore, intellectual right to property of zero belongs to Indians. അതുകൊണ്ട് തന്നെ സീറോ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. അപ്പം ഞങ്ങൾക്കാണ് ഇതിൻ്റെ പൂർണ്ണമായ അവകാശം. ബട്ട് ഇന്ത്യൻസ് നെവർ എവർ തോട്ട് ഓഫ് ചാർജിങ് റോയൽറ്റി ഫോർ ദിസ്. പക്ഷേ ഇന്ത്യൻസ് ഒരിക്കലും റോയൽറ്റിയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല. ഇഫ് ദേ ഡൂ സോ, ഈവൻ ദ എനോർമസ് വെൽത്ത് ഓഫ് അമേരിക്ക മേ നോട്ട് ബി ഇനഫ് ടു പേ എ സിംഗിൾ മന്ത്സ് ബിൽ. ഇന്ത്യക്കാരെ ഇതിൽ ചാർജ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്കാരുടെ എത്ര എമൗണ്ട് അടച്ചാലും ഒരിക്കലും അവർക്ക് ഇന്ത്യക്കാരോട് കടം വീട്ടി തീരില്ല എന്ന് പറയുന്നു. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന സീറോയ്ക്കെല്ലാം ചാർജ് ചെയ്താൽ അവർ ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്ന സീറോയുടെ എല്ലാം കാശ് അമേരിക്കയിലെ എൻ്റയർ വെൽത്ത് കൊണ്ടും അവർക്ക് വീട്ടി തീർക്കാൻ കഴിയില്ല എന്ന് ശിവപ്രസാദ് തിവാരി പറയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ആര്യഭട്ട സീറോയുടെ നമ്മൾ അതിൻ്റെ അവകാശം വാദിച്ചാൽ അമേരിക്കക്കാരെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഉത്തരം എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ. ഈ ടൈറ്റിലിനെ എന്താണ് ഈ ടൈറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി പറയാൻ ചോദിച്ചാൽ, സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഗെയിം തിയറിയിലൂടെ നിങ്ങൾക്ക് സീറോ സം ഗെയിം എന്നുള്ളത് ഗെയിം തിയറിയെ പറ്റി പറയുന്നതാണ്, അതിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാലും ഈ ഒരു ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് നോക്കാം. സീറോ സം ഗെയിം ഇസ് എ ടേം യൂസ്ഡ് ഇൻ ഗെയിം തിയറി ടു ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ആൻ ആക്ടർ ഗെയിൻസ് ഇസ് ഈക്വൽ ടു അനദർ ആക്ടേഴ്സ് ലോസ്. സീറോ സം ഗെയിമിൽ പറയുന്നത് ഒരു ഗെയിം തിയറിയുടെ ടെക്നിക്കാണ് സീറോ സം ഗെയിം. ഒരു ഗെയിം നടക്കുമ്പോൾ, ഞാനിത് ഓൾറെഡി പറഞ്ഞാണെന്ന് ഒരിക്കൽ കൂടി പറയാം, ഒരു ഗെയിം നടക്കുമ്പോൾ 2 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലേ. ഒരാളുടെ വിജയം എന്ന് പറയുന്നത്, ഒരാൾ വിജയിക്കുമ്പോൾ മറ്റൊരാൾ പരാജയപ്പെടും. ഓക്കെ, അപ്പം ഒരാൾ വിജയം അനുഭവിക്കുന്നതിന് തുല്യം തന്നെയാണ് മറ്റൊരാൾ അനുഭവിക്കുന്ന നഷ്ടവും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലും വിജയവും പരാജയവും ഇല്ലാതെ ഒരു ഗെയിമും നടക്കില്ല. Both in real games and situations of all kinds, usually between 2 players, where the gain of one player is equal and opposite to the loss suffered by the other. ഏതൊരു ഗെയിമിലായാലും 2 പേരുണ്ടാവും. 2 പേരുള്ളൊരു ഗെയിമിൽ ഒരാൾ വിജയിക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആ ഒരു നേട്ടം അതിന് തുല്യവും അതിൻ്റെ ഓപ്പോസിറ്റും തന്നെയാണ് മറ്റൊരാൾ അനുഭവിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത്. Bifasen in his short story, Zero Sum Game establishes that treaties on trade are in favor of developed nations. Zero Sum Gameയിലൂടെ ബിഫാസൻ പറയുന്നത് എന്താണ്, എല്ലാ തരത്തിലുള്ള ട്രീറ്റീസും എല്ലാ തരത്തിലുള്ള പോളിസീസും ഡെവലപ്ഡ് നേഷൻസിനെ മാത്രം പിന്തുണയ്ക്കുന്ന ടൈപ്പ് ഓഫ് പോളിസീസ് ആണ്. Signing of new GATT treaty by India triggered a state of violent disturbance and disorder in Indian economy and politics. അതുപോലെ ഇന്ത്യ ഗാറ്റ് ട്രീറ്റിയിൽ ഒപ്പിട്ടപ്പോൾ അത് ഇന്ത്യൻ എക്കണോമിയിലും പൊളിറ്റിക്സിലും വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കി. ആസ് എ റിസൾട്ട് ഓഫ് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദാറ്റ് ഇസ് ട്രിപ്സ്, ദ കോസ്റ്റ് ഓഫ് ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ് ഇൻക്രീസ്ഡ് ആൻഡ് ഫാമിലി ഇൻകം ഓഫ് ദ പുവർ ഇന്ത്യൻ ഫാമേഴ്സ് dwindled. ട്രിപ്സ് വന്നതോടുകൂടി ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സിൻ്റെ വില കൂടുകയും ഇന്ത്യൻസിൻ്റെ ഫാമിലി ഇൻകം കുറയുകയും ചെയ്തു. കാരണം അവർ വൻ വില കൊടുത്ത് ഈ സീഡ്സ് വാങ്ങേണ്ട അവസ്ഥ വന്നു. അതോടുകൂടി അവരുടെ വരുമാനം കുറയുകയും ചെയ്തു. ദെൻ ദ ഫാർമേഴ്സ് ഓഫ് ഇന്ത്യ ഹാവ് ബീൻ ഗ്രോയിങ് വീറ്റ് ഫോർ മോർ ദാൻ 500 years ലോങ് ബിഫോർ അമേരിക്ക വാസ് ഇൻവെൻറ്റഡ്. ബട്ട് ദ ഇന്ത്യൻ ഫാർമേഴ്സ് വിൽ ഹാവ് ടു പേ മോർ ഫോർ ദ ഹൈ yielding വെറൈറ്റി സീഡ്സ് ബിക്കോസ് ദ അമേരിക്കൻസ് ഹാവ് ഡൺ ദ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓൺ ദം. അപ്പോൾ ശരിക്കും ഇന്ത്യൻ ഫാർമേഴ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുന്നേ അമേരിക്ക കണ്ടുപിടിക്കുന്നതിനേക്കാളും മുൻപേ ഈ ഒരു കൾട്ടിവേഷൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കക്കാരുടെ ഈ ഒരു സീഡ് വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നു. സീഡ് ദെയർഫോർ ഇസ് നൗ ദ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഈ സീഡ് അമേരിക്കയുടെ മാത്രം സ്വത്തായി മാറിക്കഴിഞ്ഞു. Thereby in this game, America's gain is equal to India's loss. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൽ അമേരിക്കയുടെ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നഷ്ടമാണ്. അവരുടെ നേട്ടത്തിന് തുല്യവും അവരുടെ നേട്ടത്തിൻ്റെ ഓപ്പോസിറ്റുമാണ് നമ്മൾ അനുഭവിക്കുന്ന നഷ്ടമെന്ന് പറയുന്നു. ഓക്കെ, ഈ ഒരു ആൻസറിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ പല സെൻറ്റൻസുകളും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായില്ലേ, ഒരു ക്വസ്റ്റ്യനൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അതിലെ സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാണിത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാപ്പനിങ്സ് ഇൻ ഇന്ത്യൻ പാർലമെൻറ്റ് ആഫ്റ്റർ ദ എഡിറ്റോറിയൽ വാസ് പബ്ലിഷ്ഡ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തപ്പോൾ ഉള്ള
എന്താണ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത് എഴുതാം. ഓക്കെ, ഈ ഒരു ലെസൺ റിലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. ഓക്കെ, നമുക്ക് നോക്കാം. The editors of various newspapers published Shiv Prasad Tiwari's editorial as a piece of comic relief from the monotony of journalistic activities. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ആണ്. ബട്ട് ഇറ്റ് മെയ്ഡ് എ ട്രമൻഡസ് ഇമ്പാക്റ്റ് ഓൺ പാർലമെൻറ്റ്. പക്ഷേ ഇത് പാർലമെൻറ്റിലൊരു ട്രമൻഡസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. മെമ്പേഴ്സ് ഓഫ് ദ ലോകസഭ റഷ് ടു ദ വെൽ ഓഫ് ദ ഹൗസ് ഡ്യൂറിംഗ് ദ 0 hour വിത്ത് തിവാരീസ് എഡിറ്റോറിയൽ ബിഫോർ ദ സ്പീക്കർ. അപ്പം ലോകസഭാ മെമ്പേഴ്സ് എന്താണ് അങ്ങോട്ട് വന്നു, സ്പീക്കറിന് മുൻപാകെ ഈ ഒരു എഡിറ്റോറിയൽ കൊണ്ടുവച്ചു. They demanded that the government accept Tiwari's suggestions and teach a lesson to the arrogant Americans. അവർ പറഞ്ഞു തിവാരി പറഞ്ഞതൊക്കെ കറക്റ്റാണ്, ഗവൺമെൻറ് ഇത് അക്സെപ്റ്റ് ചെയ്യണം, അമേരിക്കൻസിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവർ പറയുന്നു. ദ സ്പീക്കർ എഗ്രീഡ് ടു ഹാവ് എ ഡിബേറ്റ് ഓൺ ദ സബ്ജക്ട്. അപ്പോൾ സ്പീക്കർ പറഞ്ഞു ശരി നമുക്കിതിനെ പറ്റിയിട്ടൊരു ഡിബേറ്റ് നടത്താമെന്ന് പറയുന്നു. ദ ലീഡർ ഓഫ് ദ റൈറ്റ് വിങ് നാഷണലിസ്റ്റ് ഒപ്പോസിഷൻ ക്ലെയിംഡ് ദാറ്റ് വെൻ ദ വെസ്റ്റേൺ വേൾഡ് വെയർ പോപ്പുലേറ്റഡ് ബൈ സാവേജസ് ഓൺലി ദ ജീനിയസ് ഓഫ് ഹിന്ദു ട്രഡീഷൻ കുഡ് ഹാവ് പ്രൊഡ്യൂസ്ഡ് 0. ഒരു ലീഡർ പറഞ്ഞു ഇത്രയും അധികം ആൾക്കാർ വെസ്റ്റേൺ വേൾഡിലുണ്ടായിട്ടും ഹിന്ദു ട്രഡീഷനിലുള്ള ഒരാൾക്ക് മാത്രമേ 0 എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഫ്രണ്ട് ലീഡർ described the situation as an example of shameful exploitation by capitalist imperialism of the material resources of India as well as its intellectual treasures. So ഒരു ലെഫ്റ്റ് ഫ്രണ്ട് ലീഡർ പറഞ്ഞു ശരിക്കും ഇത് ക്യാപിറ്റലിസ്റ്റ് ഇമ്പീരിയലിസം, ക്യാപിറ്റലിസ്റ്റ് നേതാക്കൾ നമ്മളെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ജനത നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, നമ്മളെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഒരു ലെഫ്റ്റ് ഫ്രണ്ട് ലീഡർ പറഞ്ഞു. Some of them used unparliamentary words and the speaker was forced to adjourn the house more than once. ചിലർ പാർലമെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ സ്പീക്കർ എന്ത് ചെയ്തു, 1-2 വട്ടം സഭ നിർത്തിവെക്കുകയും വീണ്ടും തുടങ്ങുകയും അങ്ങനെ ചെയ്തു. But every time the house reconvened, the members walked out leaving the spectator and the prime minister alone in the vast hall. പക്ഷെ ഓരോ സമയവും ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴും വീണ്ടും തുടങ്ങുമ്പോഴും മെമ്പേഴ്സ് കുറേ പേര് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാറുണ്ടായിരുന്നു. അങ്ങനെ അവസാനം പ്രൈം മിനിസ്റ്റർ മാത്രമായിട്ട് ആ ഹാളിൽ നിന്നു, ബാക്കി എല്ലാവരും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. The government agreed to constitute a joint parliamentary committee, that is JPC, to examine the entire issue and submit its report within 6 months. അങ്ങനെ അവസാനം പാർലമെൻറ്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് എൻറ്റയർ ഇഷ്യൂവും നമുക്ക് 6 മാസത്തിനുള്ളിൽ അറിഞ്ഞ് കണ്ടുപിടിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പം ഇത്രയുമാണ് ഈ പാർലമെൻറ്റിൻ്റെ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോൾ ഓഫ് മീഡിയ. അപ്പോൾ മീഡിയയുടെ റോൾ എന്തായിരുന്നു ഈ കാര്യത്തിൽ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആൻസർ നോക്കാം. ത്രൂ ഹിസ് എഡിറ്റോറിയൽ in the weekly titled Kisan Junk Samachar, Shiv Prasad Tiwari gave expression of his annoyance at TRIPS. He illustrates that the claim to the intellectual property right of 0 belongs to Indians. അപ്പോൾ അറിയാം ശിവപ്രസാദ് തിവാരി തൻ്റെ എഡിറ്റോറിയലിലൂടെ ട്രിപ്സ് എന്നുള്ള ആ ഒരു പോളിസിക്കെതിരെ ഒരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തു, വീക്കിലിയിലൂടെ ഒരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തു. ആൻഡ് അദ്ദേഹം പറഞ്ഞത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിട്ടുള്ള 0യുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആർക്ക് മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞു, ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞു. Time, the editors of various newspapers published Tiwari's editorial as a bit of comic relief from the monotony of journalist activities. നമ്മൾ പറഞ്ഞതാണ്. Since there was the paucity of any hard news, it gained wide publicity. അതും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. When Mr. Tiwari's attack on the American claim for intellectual property right on GM seeds reached the editorial department of Hind Times, it appeared translated into English on the first page of the next day issue. സോ ഓൾമോസ്റ്റ് ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഹിന്ദ് ടൈംസ് എന്നുള്ള ഒരു ന്യൂസ് പേപ്പറിൽ ഈ ഒരു എഡിറ്റോറിയൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഒരു ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തു. ദ എഡിറ്റോറിയൽ വാസ് അണ്ടർ ദ ടൈറ്റിൽ ദ അഗ്ലി ഫേസ് ഓഫ് അമേരിക്കൻ ട്രേഡ് പോളിസി. ദിസ് ന്യൂസ് ഹാപ്പൻ ടു ബി ദ സോഴ്സ് ഓഫ് എ വയലൻറ്റ് ഡിബേറ്റ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. അങ്ങനെ ഈ ഒരു എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ ദ അഗ്ലി ഫേസ് ഓഫ് അമേരിക്കൻ ട്രേഡ് പോളിസി എന്ന് തന്നെ വെച്ചിട്ട് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ, ഇൻ്റർനാഷണൽ ലെവലിൽ ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ദ ആര്യഭട്ട 0 became the front page banner headline right across the country. നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തേക്ക് ചെന്നപ്പോൾ ആര്യഭട്ട 0 എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടായിരുന്നു വാദപ്രതിവാദം ഇത്രയും നടന്നത്.
The entire cabinet of America requested the American president to convene an immediate meeting. The American Attorney General consulted the Chief Justice of the Supreme Court and the Chief of the World Court at Hague. So, entire cabinet അമേരിക്കയിലെ എൻ്റയർ ക്യാബിനറ്റും അമേരിക്കൻ പ്രസിഡൻറ്റിനോട് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. ആൻഡ് അമേരിക്കൻ അറ്റോർണി ജനറൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസും എല്ലാമായിട്ട് ഇതിനെ പറ്റിയിട്ട് കൂടി ആലോചിക്കുവാനായിട്ട് തുടങ്ങി. They were unanimous in this opinion that it would be difficult to dismiss Indian claim on Aryabhatta zero unless it could be proved that Aryabhatta was not the originator of the zero. അപ്പോൾ അവരെല്ലാം ഒരേ ഒപ്പീനിയൻ ആയിരുന്നു. കാരണം അവരെല്ലാം പറഞ്ഞു ഇന്ത്യൻ ക്ലെയിമിനെ നമുക്ക് ഡിഫിക്കൽട്ടി മീൻസ് അത് നമുക്ക് നിഷേധിക്കാനായിട്ട് കഴിയില്ല. കാരണം ആര്യഭട്ട സീറോ പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല ആര്യഭട്ടയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്നാലും നമുക്കൊരിക്കലും ഇത് നിഷേധിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഒരു പേറ്റൻ്റ് ഇല്ലെങ്കിൽ പോലും ആര്യഭട്ടയാണ് സീറോ കണ്ടുപിടിച്ചത് എന്ന് ഒരു എല്ലാവരും പൊതുവെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. സോ നമുക്ക് ഇതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല എന്ന രീതിയിൽ അമേരിക്കയിൽ ചർച്ചയായി. All these debate happened as a result of intervention of media. So this incident illustrates the role of media in sensationalizing issues. Okay, അപ്പം ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്, ഈ ഡിബേറ്റ് എല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മീഡിയയുടെ ഇൻ്റർവെൻഷൻ കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയേണ്ടതായിട്ട് വരും. മീഡിയയുടെ റോള് സെൻസിറ്റൈസിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ഓർ സെൻസേഷണലൈസിങ് സോഷ്യൽ ഇഷ്യൂസ്, അതായത് ഇഷ്യൂസിനെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ ഇഷ്യൂസിനെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുവാനുള്ള മീഡിയയുടെ റോള് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. ഇനി ഇതിൽ നിന്ന് ജനറലായിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ജനറലായിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് ഈ ഒരു ലെസണിലേക്ക് നമ്മളിതിനെ റിലേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നോ വിത്ത് റെഫറൻസ് ടു എന്ന് പറഞ്ഞിട്ട് ഈ ലെസണിനെ വെച്ചിട്ട് തരികയാണെങ്കിൽ നിങ്ങൾ ഗ്ലോബലൈസേഷൻ എന്താണ്, ആഗോളവൽക്കരണം എന്താണ് എന്നുള്ളത് പറയുക. ആൻഡ് ഈ ഒരു കഥ ഈ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഒരു എസ്സേ പോലെയാക്കി എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിരവധി റിക്വസ്റ്റുകൾ വരാറുണ്ട് ബാക്കി ലെസൺസും കൂടി ഉടനെ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും വീഡിയോസ് കാണുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.